കരിങ്കുരങ്ങിന്റെ തലയിട്ട് മാറ്റിയ റാക്ക് എന്റെ തൊണ്ടേന്ന് ഇറങ്ങുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ ഒരെണ്ണത്തിനെ അടിച്ചിട്ടു. നീ എത്ര കാട് കയറിയാലും നിന്റെ കണ്ണിലത് പെടില്ലിരുള. അഥവാ പെട്ടാലും നിനക്കതിനെ കെട്ടില്ല. അതിൻ്റെ ചാത്തനുള്ളതാണ്. നമുക്ക് കാണാം. പിന്നെ ഒരു കുഞ്ഞിനെ കിട്ടാൻ നീ അയാളെ കൊണ്ട് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറുതെ. നിന്റെ ഓൾക്ക് കുഞ്ഞിനെ മുലയൂട്ടണേ നീ തന്നെ മനസ്സ് വെക്കണം. അല്ലാതെ പനയുച്ചയിലും മലയിടുക്കിലും ഉണ്ടെന്ന് പറയുന്ന ആരും കണ്ടിട്ടില്ലാത്ത ചാത്തന് കള്ളും മലരും നേർച്ച കൊടുത്തിട്ടല്ല. എന്താ ഇരുള ഒരടക്കം പറച്ചില്? പെരുമലയാ, പട്ടും മലരും ഒക്കെ രസമുണ്ട്. പക്ഷേ കള്ള് അതവിടെ വെച്ച് മടങ്ങാണ്ടൊരു മടി. ഇരുള, ഇവിടെ ഉള്ളവർക്ക് ഈ വിശ്വാസം എങ്ങനെ ഉണ്ടായെന്ന് അറിയോ നിനക്ക്? വെളുക്ക, നിനക്കോ? 100 വർഷങ്ങൾക്ക് മുന്നേ അന്ന് ഇവിടെ കാട്ടുതേനെടുത്ത് നടന്നിരുന്നൊരു സാധു ചെക്കനുണ്ടായിരുന്നു, ചേന്നൻ. ഒരു കൂടപ്പിറപ്പുണ്ടായിരുന്നു ചേന്നന്. സുന്ദരിയായ ചേന്നൻ്റെ ഭാര്യയോട് സ്വന്തം ചോരയ്ക്കൊരു പൂതി. അതങ്ങ് വളർന്നു. കൂടപ്പിറപ്പായതുകൊണ്ട് സ്നേഹത്തിലൊളിപ്പിച്ച ചതി പാവം ചേന്നൻ തിരിച്ചറിഞ്ഞില്ല. അന്നൊക്കെ വലിയ മുള്ളുകുത്തിയായിരുന്നു കൂറ്റൻ മരങ്ങളിൽ അവർ കയറിയിരുന്നത്. തേനെടുത്ത് താഴെ ഇറങ്ങാൻ നേരത്താണ് കൂടപ്പിറപ്പിൻ്റെ ചതി പാവം ചേന്നൻ തിരിച്ചറിഞ്ഞത്. മുള്ളൂരി കൂടപ്പിറപ്പ് കാടിറങ്ങി. തിരിച്ചിറങ്ങാനാവാതെ പനയുച്ചയിലിരുന്ന് ചേനൻ തൻ്റെ കൂടപ്പിറപ്പിനെ കരഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നു. അന്ന് കാട് കയറിയ ചേന്നനെ പിന്നെ ആരും കണ്ടിട്ടില്ല. കാട് കയറുന്നവർക്ക് കാവലായി പനയുച്ചയിലും കൂറ്റൻ മരങ്ങളിലുമൊക്കെയായി എൻ്റെ ചേന്നൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ചേന്നൻ്റെ കാവലിന ഇതൊക്കെ. ചേന്നൻ അതുപോലൊരു ചതി പറ്റണേ. ഓൾ അത്ര സുന്ദരിയായിരുന്നു നിൽക്കണമല്ലോ. ചേന്നനെ പിന്നെ ആരും കണ്ടിട്ടില്ല. കൂടപ്പിറപ്പ് കൊതിച്ച് നേടിയ പെണ്ണുമായി ജീവിച്ച് മൺമറഞ്ഞും കാണും. മൺമറയാനോ? തുടർച്ചയായ നരകത്തിൽ കഴിയുന്നവർക്ക് മരണമില്ലിരള. അവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അറിയോ നിനക്ക്? ദീർഘായുസ്. ഇരുള, ഈ കാണുന്ന കൂറ്റൻ മരങ്ങളിൽ നിന്നും പനീച്ചിൽ നിന്നുമൊക്കെ മനുഷ്യരുടേതുപോലെയുള്ള ഒരു തരം കരച്ചിൽ കലർന്ന കൂക്കുവിളി കേൾക്കാം. അത് 3 വട്ടം തുടരും. 3ാമത്തെ വിളിക്കുള്ളിൽ കാടിറങ്ങിയില്ലേൽ പിന്നെ ആരും ഇവിടം വിട്ട് പുറത്തു പോവില്ല. അതെന്താ ഈ 3 കൂക്ക്? മരണം നമ്മുടെ നേർക്ക് പുലിയായും നാഗത്താനായും പാഞ്ഞു വരുന്ന പെരുമ്പടപ്പനായും വീഴാൻ പോകുന്നത് എന്റെ ചേന്നന് കാലെക്കുട്ടി കാണാനാവും. നമ്മുടെ രക്ഷയ്ക്ക് ചേന്നൻ തരുന്ന മുന്നറിയിപ്പാ ആ 3 കൂക്കുവിളി. ആദ്യ കേൾവിക്കേ കാടിറങ്ങിയാൽ നമുക്ക് പുറത്തു കിടക്കാം.
വെളുക്കാ. ഇരുളാ, അതിനെ വിട്ടേക്ക്. അത് നിനക്കുള്ളതല്ല. 4 കാല് പന്തലകത്ത് 4 ഇല നടുമുറ്റത്ത് ഒന്ന് മലവാരത്തച്ഛനെ വെച്ച് ആരാധിച്ച് പൂജിക്കാൻ എനിക്ക് അറിയില്ലാട്ടാ. എന്നാലും മൂലമന്ത്രം ചൊല്ലി ഞാൻ വിളിക്കണ നേരത്ത് 1 വിളിച്ച് 2 വിളിച്ച് 3-ാമത്തെ വിളിക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞ പ്രകാരത്തില് അടിയനിതാ മനം നിറച്ച് ദുഃഖവും കണ്ണ് നിറച്ച് കണ്ണീരുമായി വിളിക്കണുണ്ടാ. അയ്യപ്പന്മാരെ 100 ദേവന്മാരെ, അയ്യപ്പന്മാരെയും 100 ദേവന്മാരെയും. നീ എന്നെ തൊട്ടാ എൻ്റെ ആൾക്കതറിയാനോ? പിന്നെ നീ ഉണ്ടാവില്ലേരുള്ള. മരണത്തിന് മേലെയാണ് നിന്റെ കൊതിയെങ്കിൽ എന്നെ കിട്ടിയേ തീരുന്നാണേലേ നിന്റെ ആളെ നീ ഇല്ലാണ്ടാക്കണം. അതിന് പറ്റുമോ നിനക്ക്? നാളെ നാഗമലക്കാട്ടിൽ വെളുക്കനൊരു വഴിപാടുണ്ട്. നിന്റെ ആളാ അത് ചെയ്യണത്. നിന്റെ തീരുമാനം ഉറച്ചതാണേലേ അവർക്കൊപ്പം നിനക്ക് കാട് കയറാനുള്ള വഴി ഞാനൊരുക്കാം. കാടിറങ്ങുന്നത് നീ തനിച്ചാണേലേ ഞാൻ നിനക്കുള്ളതാ. ഇനി നീ തീരുമാനിക്കും. വെളുക്കാ, ഇരുളാ, നിന്റെ കാർന്നോമാര് പണ്ട് കാട് കയറി കുരങ്ങുകളെ പിടിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ നിനക്ക്? കുരങ്ങുകൾ വരുന്ന വഴിക്ക് അവര് മധുരം വിതറും. എന്നിട്ട് ചെറിയ മാളങ്ങൾ ഉണ്ടാക്കി അതിലും മധുരം വയ്ക്കും. മധുരം എടുക്കാൻ അതുങ്ങൾ മാളത്തിൽ കൈയിടും. വേട്ടക്കാര് വരുന്നതും വല വിരിക്കുന്നതും അതുങ്ങൾ കാണുന്നുണ്ടാവും. എന്നാലും കയ്യിലെ മധുരം വിട്ടുകളയാൻ അതുങ്ങൾ തയ്യാറാവില്ല. അവറ്റവളുടെ നെഞ്ച് തുളച്ച് അമ്പ് പുറത്തു വരും. അത് ചത്തിട്ടില്ല. കളഞ്ഞിട്ട് വരാനൊരു മടി. എനിക്കതിനെ വേണം. എന്നാ പോയി എടുത്തിട്ട് വാ.
ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ചെകുത്താൻ നിനക്ക് വെച്ച കെണിയാത്. കാലെന്തോ തറച്ചു പെരുമലയാ. നാളത്തെ കർമ്മങ്ങൾ അതിനി പൂർത്തിയാക്കാനൊക്കോ? ഈ കളിയാക്കൽ കേട്ട് മടുത്തു പെരുമലയാ. നിന്റെ വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം ലഭിക്കും. നിന്റെ അപ്പന്റെ ഉറപ്പാത്. എന്ത് പ്രതിഫലമാണെന്നാ അയാൾ പറഞ്ഞിട്ട് പോയത്? നിനക്ക് കുഞ്ഞിനെ വേണേ നീ തന്നെ മനസ്സിലാക്കണം. അല്ലേലും നാട്ടിലൊരു പറച്ചിലുണ്ട്, നീ ഒരു തണുപ്പനാന്ന്. നിന്റെ ഓളെ കൂടി തണുപ്പിക്കല്ലേ വിളിക്കാൻ. കുറച്ചു മുന്നേ നീ കണ്ടതല്ലേ ഇരുള? അതൊക്കെ അയാളുടെ കൺകെട്ട. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വാസം ഇരുള. അടുത്ത ആട്ടപ്പിറന്നാളിന് എൻ്റെ പെരുമലയും ഉറഞ്ഞാടുമ്പോൾ എൻ്റെ ഓളത്തോളത്തൊരു കുഞ്ഞുണ്ടാവും. എൻ്റെ പെരുമലയും തന്ന ഉറപ്പാ. എന്തുറപ്പ്? നാളെ അമാവാസിയാണ്. നാഗമലക്കാട് മുഴുവൻ പാലപ്പൂ മണക്കുന്ന രാത്രി. രാത്രിയുടെ 3-ാം യാമത്തിൽ ചാത്തൻ്റെ കുത്തുവിളക്കിന് മുന്നിൽ ഈറനണിഞ്ഞ് നേർച്ചക്കാഴ്ചകൾ അർപ്പിച്ച് നിൽക്കുന്ന എൻ്റെ ഓളെ ചാത്തന്മാർ സാക്ഷിയാക്കി ഒരു വട്ടം കൂടി ഞാൻ തുളസിമാല ചാർത്തും. ഒരു 2-ാം ശാന്തി മുഹൂർത്തം. പക്ഷേ നാളെ ഇതുവരെ തടസ്സങ്ങളാണിരുള. ആ കർമ്മം അങ്ങോട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല. പക്ഷെ ഇത്തവണ ദൈവം ഒരു വഴിയൊരുക്കുമെന്നൊരു പ്രതീക്ഷ. എല്ലാം കണ്ടും കേട്ടും എൻ്റെ അപ്പൻ ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ. ഒന്ന് മയങ്ങിയിട്ടാവാം. എന്താ ഇരുളാ, ദുസ്വപ്നം വല്ലതും കണ്ടോ നീ? ദുസ്വപ്നമല്ല പെരുമലയാ, നല്ല മധുരമുള്ള സ്വപ്നം. ഇപ്പൊ ഉള്ളിലൊരു കൊതി, ആ സ്വപ്നം അങ്ങ് നേടിയാലൊന്നു. പിന്നെന്താ ഇരുളാ ഇത്ര ആലോചിക്കാൻ? തിരിഞ്ഞോട്, കാളിയമ്പുഴ കടന്നാൽ പിന്നെ കരയാ. തിരിഞ്ഞോട് പെരുമല, പെരുമല, പെരുമല. ചതി
ചതിയാണല്ലോ ഇരുള, കൊടും ചതി. നിന്റെ ഓൾക്ക് പാമ്പിന്റെ സ്വഭാവമായി പോയല്ലോ ഇരുള. ആര് മകുടി ഊതിയാലും അങ്ങോട്ടേക്കിഴയുന്ന വിഷപ്പാമ്പ് അല്ലേ? ചതി. ഇരുളാ, അടുത്ത ആട്ടപ്പിറന്നാളിന് എന്റെ വെളുക്കന് ഞാൻ കൊടുത്ത ഉറപ്പ് കാണാ എനക്ക്. നീ ഒന്ന് തിരിഞ്ഞു നോക്കിരുളാ. എന്റെ പൈതങ്ങള് പണ്ട് കാട് കയറി കുരങ്ങുകളെ പിടിച്ചിരുന്നത് എങ്ങനെയാന്ന് അറിയാറില്ല നിനക്ക്?